അസ്സലാമു അലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ല മഴയാണല്ലേ, പുറത്തിറങ്ങാൻ ഒരു രക്ഷയില്ല കേട്ടോ. 2-3 ദിവസമായിട്ട് തോരാത്ത മഴയാണ്. പുറത്ത് നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ചൂട് കട്ടനൊക്കെ ഊതി ഊതി കുടിച്ചതാ. അതുപോലെ ഒരു ബീഫ് ഫ്രൈ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ഒരു പ്രത്യേക വൈബായിരിക്കും അല്ലെ. നല്ലോണം മൊരിഞ്ഞത്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണത്. ഒരു പ്രാവശ്യം നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ എപ്പോഴും നമ്മൾ ഇതേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് വലിയ പീസാക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കുക. വേവിച്ചിട്ട് നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഇനി ഒട്ടും സമയം കളയാതെ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ബീഫ് ഫ്രൈ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പൊ അതാ ബീഫ് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് നീളത്തിൽ കട്ട് ചെയ്തതെന്ന് വെച്ചാല്, നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വേവിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇത് ഞാൻ വേവിക്കാതെ ആട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ബീഫ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ബീഫായിരുന്നു. ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ബീഫാണെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ബീഫ് നമ്മൾ ഫ്രീസറിന് പുറത്തെടുത്തിട്ട് അതിലുള്ള ഐസ് ഉരുകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എത്ര കട്ടി കുറഞ്ഞിട്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വേവിച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ ഇത് വേവിക്കാതെ കട്ട് ചെയ്തെടുത്ത ബീഫ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പൊ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കരുത് കേട്ടോ, നോക്കിയിട്ട് ഒഴിച്ചെടുക്കുക. ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പൊ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പൊ ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എടുക്കുന്ന ബീഫ് എത്രയാണോ അതിനനുസരിച്ച് അത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വേവിച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ 2-3 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഒന്ന് തുറന്നു നോക്കിയിട്ട് വേവായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരുപാട് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ബീഫ് കറി വെക്കുന്ന അത്ര തന്നെ വേവിച്ചെടുക്കും വേണ്ട, എന്ന ആവശ്യത്തിന് വെന്ത് കിട്ടും വേണം. അപ്പൊ അതാ ഒരു 3 വിസിൽ വന്നിട്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള പ്രഷറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ ഒന്ന് തുറന്നു നോക്കാണ്. അപ്പൊ അതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ട് കേട്ടോ, അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പൊ ഇതിൽ അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരു 5 മിനിറ്റ് മതിട്ടോ. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3 വിസിൽ കൊണ്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇത് അധികം മൂക്കാത്ത ബീഫായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മൂത്ത ബീഫാണെങ്കിൽ നമുക്ക് ഒരു 5-8 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ വെന്ത് കിട്ടാന്. അപ്പൊ അതിലുള്ള ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സോയാ സോസിന് ഉപ്പുണ്ടാവും. അപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നാരങ്ങാനീരാണ് വേണ്ടത്. അപ്പൊ നാരങ്ങാനീര് നമ്മൾ നേരത്തെ തന്നെ അതിന്റെ കുരുവൊക്കെ മാറ്റിയിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമാവും. അപ്പൊ ഞാൻ നാരങ്ങാനീര് എടുത്തു വെക്കാൻ മറന്നു പോയിട്ടോ. പിന്നെ അതിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാണ്. അതിന്റെ കുരുവൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് എടുത്തു മാറ്റി ഒരു ചായന്റെ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ പിന്നെ കുരുവൊന്നും ഇതിലേക്ക് ചാടൂല. അപ്പൊ ഞാൻ ഒരു നാരങ്ങന്റെ നീര് മുഴുവനായിട്ടും പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ നേരത്തെ ഇറച്ചി വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചെടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാനത് എടുത്തു വെക്കാൻ മറന്നുപോയി. നമ്മൾ ഇറച്ചിയിലുള്ള ആ വെള്ളം വറ്റിച്ചെടുക്കുന്നതിന്റെ മുമ്പായിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ മസാല കൂട്ടുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സമയത്ത് നിങ്ങളെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇവിടെ ഇപ്പൊ ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പൊ നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ല ചൂടാണ് കേട്ടോ, ആ ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചൂട് വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചൂടാറിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പൊ മസാല നല്ലതുപോലെ എല്ലായിടത്തും പിടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ കൈയിനേക്കാളും വലിയൊരു സ്പൂൺ വേറെ ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ മസാലയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മളിത് നേരെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്.
അപ്പൊ അതാ ഓയിൽ നല്ലതുപോലെ ചൂടായി കിടക്കാണ്. ഇനി നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ബീഫിന്റെ കഷ്ണങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ദാ അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ദാ അതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത്, നല്ല മുരിഞ്ഞു വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. അങ്ങനെ ബീഫ് നന്നായിട്ട് നല്ലതുപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ബീഫ് ആയാലും ചിക്കൻ ആയാലും അത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇതുപോലെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ പച്ചമുളകും കറിവേപ്പിലയൊക്കെ എണ്ണയെ കടന്ന് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് അതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഓവറായിട്ട് ഫ്രൈ ആക്കരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ അത് ഹാർഡായി പോവും. പിന്നെ അത് കടിച്ചാലും പറിച്ചാലൊന്നും കിട്ടൂല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കുന്ന സമയത്ത്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടത്. അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്, അതും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ബീഫ് മുഴുവനായിട്ടും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗസ്റ്റ് വരുന്ന സമയത്താണെങ്കിൽ ഇത് അതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു സവാള വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് വെച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും വെച്ചെടുക്കാം കേട്ടോ, അതും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ അതൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, നമുക്ക് കഴിക്കാനാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതാ ഞാനിത് ഇതുപോലെ സവാളയൊക്കെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നാരങ്ങ കട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയിട്ടോ. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലായിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ.